هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുവർത്തിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇസ്ലാമും നമ്മുടെ ജീവിതവും കൂടിച്ചേർന്ന് ഒന്നിച്ച് ഒഴുകുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, ജീവിതം പ്രതിഫലാർഹമായി തീരുന്നത്. പലപ്പോഴും കുറെ കർമ്മങ്ങൾ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടാറുണ്ട്. സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കുറെ നല്ലതായ കർമ്മങ്ങളും ആരാധനകളും ഇബാദത്തുകളും ഒക്കെ നമ്മൾ ചെയ്തു കൂട്ടാറുണ്ട്. പക്ഷേ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ഈ ചെയ്ത നന്മകളുടെ ഒരു പ്രതിഫലനവും, നന്മയൂറുന്ന ഒരു പ്രതിഫലനവും ആ ജീവിതത്തിലോ ഇബാദത്തിലോ നമുക്ക് കാണുവാൻ പറ്റുന്നില്ല എന്ന്. ഇവിടെ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ആളുകൾ നമ്മെ കുറിച്ച് നന്മകൾ പറഞ്ഞേക്കാം. പക്ഷേ നാളെ പരലോകത്ത് മനസ്സിനെ വിചാരണക്കെടുക്കുന്ന ആ നിമിഷത്തിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഫലശൂന്യമായാം, പ്രതിഫലരഹിതമായി തീരാം, കനം കുറഞ്ഞതായി മാറാം. അള്ളാഹു അത്തരം ഹതഭാഗ്യരിൽ നിന്ന്, പ്രയാസമനുഭവിക്കുന്ന നരകാവകാശികളായി പോകുന്ന അത്തരം ആളുകളിൽ നിന്ന് നമ്മെ അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നാം ഏറെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചകളിലും അള്ളാഹു നമ്മെ കൊണ്ട് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യിപ്പിക്കാൻ അതിലൊരു വചനമുണ്ട്, ഇന്നല്ലദീന ആമനൂ, തീർച്ചയായും വിശ്വസിച്ച ഒരു കൂട്ടം, വഅമിലുസ് സ്വാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്. രണ്ട് ഗുണങ്ങൾ സന്തോഷത്തിൻ്റെതാണ്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു, ഇന്നാ, തീർച്ചയായും നാം ലാ നുദിഉ അജ്റ മൻ അഹ്സന അമല, പ്രവർത്തനങ്ങൾ നന്നാക്കുന്നവരുടെ പ്രതിഫലം നാം പാഴാക്കുകയില്ല. അപ്പൊ കർമ്മങ്ങൾ നന്നാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന, അതിലെ വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് പ്രതിഫലാർഹമായ കർമ്മമാക്കി മാറ്റാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്നവരുടെ കർമ്മങ്ങൾ പ്രതിഫലാർഹമായിരിക്കും. കേവല കർമ്മങ്ങൾ അർത്ഥശൂന്യമായിരിക്കും. ഇതൊരു വല്ലാത്ത ആയത്താണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സറിഞ്ഞ് പരിശോധിച്ചാൽ നമുക്ക് ഏത് ഗണത്തിലാണ് നമ്മൾ ഉൾപ്പെടുക എന്ന് പെട്ടെന്ന് മനസ്സിലാകും. സഹോദരങ്ങളെ, നമ്മൾ അറബിയിൽ പറയുന്നൊരു വാക്കാണ് ഇഖ്ലാസ്.
ആത്മാർത്ഥത എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത, ഒരാൾക്ക് കച്ചവടത്തിൽ ഇഖ്ലാസ് ഉണ്ട്, തന്റെ യജമാനനെ കാണുമ്പോ, മുതലാളിയെ കാണുമ്പോ ഞാൻ ആത്മാർത്ഥമായാണ് ജോലി ചെയ്യുന്നത് എന്ന് പ്രകടിപ്പിക്കാൻ പറ്റും. ആ പ്രകടനത്തിൽ നിന്ന് ആളുകൾ ചിലപ്പോ ഇയാൾ നല്ല ഒരു ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിച്ചേക്കാം. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസ് എന്താണ് എന്ന് പഠിപ്പിക്കുന്നത്. ആ ആത്മാർത്ഥത നമുക്ക് ഉണ്ടോ, നമുക്ക് അതിന് സാധ്യമായിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഔസാനി റബ്ബി, എന്റെ റഹ്മാനായ റബ്ബ് എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ബിസബ്ഇൻ, 7 കാര്യങ്ങൾ കൊണ്ട്, ഊസിക്കും ബിഹ, ആ 7 കാര്യങ്ങളും ഞാനിതാ നിങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത് പഠിപ്പിച്ചത് ഔസാനി ബിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് കൊണ്ട്, ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കൊണ്ടും വിശ്വാസം കൊണ്ടും എന്നെ വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫിസ്സിരി വൽ അലാനിയ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും, രഹസ്യമായും പരസ്യമായും ഇഖ്ലാസോട് കൂടി മാത്രമേ ഒരു കാര്യം ചെയ്യാവൂ എന്ന് അള്ളാഹു എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കും. അപ്പോ ഇഖ്ലാസ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളോടുള്ള സമീപനമാണ്. അത് രൂപത്തിലല്ല, ഭാവത്തിലും അല്ല. അത് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലും ഭാവത്തിലും ആയിരിക്കുകയും അതിനോടുള്ള സമീപനം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിലാവുകയും വേണം. എന്താണ് ഇഖ്ലാസ്? പണ്ഡിതന്മാർ മുഴുവൻ വിശദീകരിച്ചു. മനുഷ്യരിൽ നിന്ന്, ആളുകളിൽ നിന്ന് ഒരു പ്രത്യുപകാരം, ഒരു നല്ല നോട്ടം, ഒരു നല്ല പ്രശംസ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാൾ നന്മകൾ ചെയ്യുക എന്നതാണ് ഒരർത്ഥം. ഒരാളിൽ നിന്നും, ദുനിയാവിൽ നിന്ന്, താൻ ഏറെ സ്നേഹിക്കുന്ന ഭാര്യയിൽ നിന്ന് പോലും, നാട്ടുകാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന്, യജമാനന്മാരിൽ നിന്ന്, തൊഴിലിടത്തിൽ നിന്ന്, എവിടെ നിന്നും, ഇതിന് ഇഖ്ലാസിന് ശമ്പളം കിട്ടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഇഖ്ലാസിന് എനിക്ക് പ്രതിഫലം നൽകേണ്ടത് റഹ്മാനായ റബ്ബാണ് എന്ന വിശ്വാസത്തോടു കൂടി ഒരാൾ ഇബാദത്ത് അനുഷ്ഠിക്കുമ്പോ, ഒരാൾ തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യുമ്പോ, അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ദുനിയാവിൽ ചിലപ്പോൾ പ്രതിഫലം കിട്ടിക്കൊള്ളുന്നില്ല. അവങ്ങനെ തന്റെ സഹപ്രവർത്തകരെ നോക്കി ഞാൻ മാത്രം എന്തിനാ അങ്ങനെ എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇഖ്ലാസുള്ള ഒരു മുഅ്മിനിന് ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ഇഹത്തിലെ എന്തുമാവട്ടെ, പരത്തിന് എന്തു വേണ്ടിയാണ്, പരത്തിലെ പ്രതിഫലത്തിന് വേണ്ടിയാണ് നാം ചെയ്യുന്നത് എന്ന ചിന്തയാണ് ഇത് ദ്യോതിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. ഒരു ഇഖ്ലാസുള്ള മനുഷ്യൻ, ശ്രദ്ധിക്കണം കേട്ടോ സഹോദരങ്ങളെ, നമ്മളെ കുറിച്ചാണ് അല്ലാഹ് പറയുന്നത്, നമ്മളെ കുറിച്ച് മാത്രമാണ് ഇത് പറയേണ്ടത്. അല്ലാത്തവൻ മുനാഫിഖാണല്ലോ, അല്ലാത്തവൻ നരകത്തിന്റെ വിറകല്ലേ, നമ്മൾ ഏതായാലും ആഗ്രഹിക്കുന്നില്ല. അല്ലാഹ് പറയാ, ഒരു മുഅ്മിനായ ഇഖ്ലാസുള്ള മനുഷ്യന്റെ ഒരു പ്രവർത്തനത്തെ അവൻ വിലയിരുത്തുക, പ്രത്യുപകാരം, ദുനിയാവിൽ നിന്ന് ഒരു ഉപകാരം പകരമായി ലഭിക്കേണ്ട ഒന്നും അവനിൽ നിന്നുണ്ടാവില്ല. വമാലി അഹദിൻ ഇൻദഹു, ഒരു ഉപകാരവും അവന്റെ പക്കൽ നിന്ന് ഒരാൾക്കും കിട്ടൂല. എന്തിന്? മിൻ നിഅമത്തിൻ തുജ്സ, അവനൊരു പ്രത്യുപകാരം ചെയ്യണം എങ്കിലേ അവൻ തൃപ്തിപ്പെടൂ എന്ന് ആഗ്രഹിച്ച് ഒരു കർമ്മവും ചെയ്യൂല. അവൻ 10,000 കൊടുത്താലും ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു ശുക്റിന്റെ, ഒരു എഴുന്നേറ്റ് നിൽക്കലിന്റെ ഒരു വാക്കുൻ ആഗ്രഹിക്കൂല. അതും പ്രതീക്ഷിക്കുന്നേ ഇല്ല. പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോഴാണ് അത് ഇഖ്ലാസായി തീരുക. നമ്മളോ സഹോദരങ്ങളെ, നമ്മളൊക്കെ ചെയ്യുന്ന അമലുകളിൽ ആളുകൾ കാണേണ്ടതുണ്ട് അല്ലേ? നമ്മളെ മനസ്സങ്ങനെ സംസാരിക്കും. ഞാൻ ചെയ്യുന്ന ഏതൊരു നന്മ, പള്ളിക്ക് ഒരു 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അത് 4 ആൾ അറിഞ്ഞു കൊടുക്കണോടത്താണ് താല്പര്യം. അല്ലാഹ് പറയാ, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. ഇത് വീട്ടിൽ പോയിട്ട് ഇതിന്റെ തഫ്സീർ ഒന്ന് പഠിക്കണം. അപ്പൊ നമ്മുടെ കർമ്മം മാറും. അവിടെ നമ്മൾ ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് അല്ലാഹ് പറയാ, ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ,
അത്യുന്നതനായ റഹ്മാനായ റബ്ബിന്റെ പ്രതിഫലം അവന്റെ മുഖമല്ലാതെ അവനൊരു പ്രതീക്ഷയില്ല. അത് മാത്രം പ്രതീക്ഷിച്ച് അള്ളാഹു അത്ര ഇഖ്ലാസുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വല്ലാത്ത പരീക്ഷണമാണ് കേട്ടോ ഈ ജീവിതം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വലസൗഫ യർളാ, വഴിയെ അവന് അള്ളാഹു തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. അവന് തൃപ്തി കിട്ടും. അപ്പൊ അമൽ ചെയ്തുകൊണ്ട് അള്ളാഹിന്റെ തൃപ്തി കിട്ടൂല. ഇഖ്ലാസോട് കൂടി ചെയ്യുന്ന ഒരാൾക്കാണ് അത് കിട്ടുക. നോക്കൂ നിങ്ങൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരണപ്പെട്ടു. ഒരു ഗ്രാമം പട്ടിണിയിലായി. അപ്പോഴാണ് ആളുകൾ അന്വേഷിച്ചു ഇവർക്ക് എന്താ പറ്റിയ. അപ്പൊ എന്താ, തന്റെ സമ്പാദ്യം മുഴുവൻ ആ ഗ്രാമീണർക്ക് ആരും അറിയാതെ ദാനം ചെയ്തിരുന്ന സഹാബത്തിന് തുടർന്നു വന്ന താബഈഉകളാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത്, ഞാനിപ്പോ ഓതി അർത്ഥം പറഞ്ഞ ഈ ആയത്തിന്റെ വിശദീകരണത്തിലുള്ളൊരു വാക്കെന്താണെന്ന് അറിയാം. ഇതിൽ ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന്, ധാരാളം അടിമകളെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ച് മോചിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിക്കുന്നതായി പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലിട്ട് കാശുകൊണ്ട് അടിമകളെ മോചിപ്പിച്ചതിന്റെ എണ്ണ ആർക്കും അറിയില്ല. കാരണം അന്ന് അത്ര ദുരിതം പിടിച്ച ജീവിതമാണ് ഈ അടിമകൾക്കുണ്ടായിരുന്നത്. ബിലാൽ ഇബ്നു റബാഹിന്റെ ചരിത്രം നമുക്കറിയില്ലേ? എത്രയോ അടിമകളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രഹസ്യമായി മോചിപ്പിച്ചത് ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണുവാൻ പറ്റും എന്നാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിന്റെ ഗുണം ഇങ്ങനെ പറയാം. ഫഅമ്മാമൻ അഅതാ വത്തഖാ. അർത്ഥറിയില്ലേ സഹോദരങ്ങളെ? എന്നാൽ യാതൊരുവൻ ധനം കൊടുക്കുകയും ദാനം കൊടുക്കുകയും വത്തഖാ, കൊടുക്ക മാത്രല്ല വളരെ തഖ്വയോട് കൂടി ജീവിക്കും. കൊടുക്കണീന്റെ എല്ലാ ഷർത്തും ഫർളും അവൻ ജീവിതത്തിൽ പാലിക്കും. വസദ്ദഖ, അവൻ സത്യപ്പെടുത്തും. നാളെ പരലോകണ്ട്, ഖുർആൻ സത്യാണ്, അള്ളാന്റെ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, അതൊക്കെ സത്യപ്പെടുത്തും. ബിൽ ഹുസ്ന, ഏറ്റവും നന്നായിട്ടുള്ള ആ കാര്യത്തെ സത്യപ്പെടുത്തും. ഒരു സംശയം ദീനിന്റെ വിഷയത്തിൽ അവൻ ഉണ്ടാവില്ല. അള്ളാഹ് എന്താ പ്രതിഫലം പറഞ്ഞത്? ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, ഏറ്റവും സൗകര്യപ്രദമായതിലേക്ക് അള്ളാഹുവിന് സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പൊ ആർക്കാണ് റഹ്മാനായ റബ്ബ് നാളെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്? അമലുള്ളവനാണോ? അല്ല, ഇഖ്ലാസോട് കൂടി അമല് ചെയ്തവനാണ്. അള്ളാന്റെ കൂലി കിട്ടണം എന്ന് മാത്രം ആഗ്രഹിച്ച് നന്മ ചെയ്തവർക്കാണ് പ്രതിഫലം ലഭിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് ദാനം ചെയ്യുമ്പോഴോ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. നമസ്കരിക്കുമ്പോ ഇത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ജുമാക്കിരിക്കുമ്പോ നാഥന്റെ കൂലി കിട്ടാനാണ്. ഖുർആനെ കാണുമ്പോ അത് ജീവിതത്തിൽ എടുത്ത് പാരായണം ചെയ്യുമ്പോ അത് കാണുമ്പോ തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നല്ല ഈമാനുള്ള മനുഷ്യനായി നമുക്കുണ്ടെങ്കിൽ വിശ്വാസികളെ, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം. ഈ ഒരു കാലത്ത് ആ ഒരു വാക്ക്, ഞാൻ ഇഖ്ലാസോട് കൂടിയാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. കാരണം എന്താ പറയുക, പുറമോടിയുടെ ഭംഗിയിലാണ് ഇന്ന് എല്ലാവരും അഭിരമിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ആളാവുക, എല്ലായിടത്തും ഞാനുണ്ട് എന്ന് അറിയിക്കുക, എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ അല്ലെ. അതാണ്. അതിൽ നിന്നും മാറി ഒന്ന് മനസ്സിനെ ഉള്ളിലേക്ക് മടക്കിപ്പിടിച്ച് ഒന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു പിടിച്ചാൽ ഇഖ്ലാസ് അളക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടെന്താ സഹോദരങ്ങളെ, നീതിയോട് കൂടി ജീവിക്കുക എന്ന, നീതിയുള്ളവനായി ജീവിക്കുക. നമുക്കൊരു സന്തോഷവും സംതൃപ്തിയുള്ള ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ നീതി പാലിക്കും. ആ നീതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ദേഷ്യം വരുമ്പോഴോ, ദേഷ്യം വന്നാൽ ഭാര്യയോട് അനീതി കാണിക്കും, മക്കളോട് അനീതി കാണിക്കും, നമ്മുടെ ശിഷ്യന്മാരോട് അനീതി കാണിക്കും, തൊഴിലിടങ്ങളിലെ നമ്മുടെ തൊഴിലാളികളോട് അനീതി കാണിക്കും. അതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മെ പഠിപ്പിച്ചതായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്ത സലാസുൻ മുൻജിയാത്ത്. ഒരു മനുഷ്യന് 3 രക്ഷാ കവചങ്ങളുണ്ട് എന്ന്. അവന് രക്ഷപ്പെടാൻ 3 എണ്ണുണ്ട്. ഒന്ന് വൽ അദ്ലു, അവൻ നീതി കാണിക്കലാണ്. ഫിൽ ഗളബി വരിളാ, അവന് ദേഷ്യം വരുമ്പോഴും അവന് സന്തോഷമുണ്ടാകുമ്പോഴും അവൻ നീതി കാണിക്കുക എന്നതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് നമുക്കറിയാൻ പറ്റും. എന്നിട്ട് ഇതിന് താഴെ ചരിത്രത്തിൽ നാം പലപ്പോഴും കേട്ടൊരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു യാത്രാമധ്യേ, അലി ഇബ്നു അബീ ത്വാലിബ് ഭരണാധികാരിയായിരിക്കെ യാത്രാമധ്യേ അദ്ദേഹത്തിന്റെ പടയങ്കി നഷ്ടപ്പെട്ടു.
അത് കൂടെ തൊട്ടു പിന്നിൽ സഞ്ചരിച്ചിരുന്ന ഒരു യഹൂദിയുടെ കയ്യിൽ അകപ്പെട്ടു. അതറിയാമായിരുന്നു. അങ്ങനെ യഹൂദിക്കാണ് കിട്ടിയത് എന്നും പടയെങ്കിൽ തന്റേതാണെന്ന് ഖലീഫയാണ് അദ്ദേഹം അറിയാമായിരുന്നു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഇത് എന്റെ പടയെങ്കിയാണ്. അദ്ദേഹം പറഞ്ഞു, ജൂതൻ പറഞ്ഞു തരൂലെന്ന്, അത് എന്റെ. ഉടനെ ജൂതനാണ് മുന്നോട്ട് വെച്ചത്, നമുക്കൊന്നൊരു മുസ്ലിം ഭരണാധികാരിയുടെ മുമ്പിൽ പോയിട്ട് ഈ കേസ് പറയാം. അങ്ങനെ കേസ് കൊടുത്തത് ഷുറൈഉൽ ഖാദിയുടെ അടുത്താണ്. അന്ന് അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലെ ജഡ്ജിയാണ് അദ്ദേഹം. ഷുറൈഉൽ ഖാദി വിസ്തരിച്ചു, ആരെ? ഖലീഫിനെ വിസ്തരിക്കണേ. ആ വിസ്തരിച്ച കൂട്ടത്തില് താങ്കൾക്ക് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കുക. അതിൽ ഉടനെ അലി റളിയല്ലാഹു അൻഹു 2 സാക്ഷികളെ കൊണ്ടുവന്നു. അതിൽ ഒന്ന് അലി റളിയല്ലാഹുവിന്റെ അടിമയായിരുന്നു, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു. ഷുറൈഉൽ ഖാദി പറഞ്ഞു, അടിമയെ എന്ത് ചെയ്യാം, സാക്ഷിയായിട്ട് സ്വീകരിക്കാം, പക്ഷെ മകനെ പറ്റില്ല, കാരണം വാപ്പാക്ക് അനുകൂലമായിട്ട് പറയും. അങ്ങനെ കേസ് തള്ളി. സഹോദരങ്ങളെ, അങ്ങനെ ഖലീഫക്ക് പിടിച്ചു വാങ്ങാവുന്ന ആ സമയത്ത് ദേഷ്യമടക്കി തന്റെ അനുചരനോട് അനീതി കാണിക്കാൻ പാടില്ലെന്ന ഉത്തരവാദിത്തോടു കൂടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വന്തം കോടതിയിൽ നിന്ന് ഇറങ്ങി. ഇത് കണ്ട യഹൂദിയുടെ മനസ്സങ്ങട് മാറി. കാരണം ആ രാജ്യത്തിന്റെ പ്രഥമ പൗരന് പോലും തന്റെ കാര്യം ഉറപ്പുണ്ടായിട്ടും സാക്ഷിയിൽ മാത്രം വന്ന ഈ വീഴ്ച കൊണ്ട് എനിക്ക് നീതി കിട്ടാനാണല്ലോ, അല്ലെങ്കിൽ എന്റെ ഭാഗത്താണല്ലോ കോടതി നിന്നത്. അദ്ദേഹം കലിമ ചൊല്ലിയാണ്. അതിന് പറഞ്ഞ ഒരു കാരണം ഇതാണ്, അഷ്ഹദു അന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. കോടതിയിൽ നിന്ന് ആ മനുഷ്യൻ കലിമ ചൊല്ലി എന്ന് പറഞ്ഞാൽ തനിക്കെതിരാണെങ്കിലും ചിലപ്പോ നമുക്ക് എതിരായിരിക്കും, പക്ഷേ അത് ക്ഷമിക്കാനും സഹിക്കാനും അപരനോട് അനീതി കാണിക്കാതിരിക്കാനും നമുക്ക് സാധിക്കുക എന്നതാണ് നീതി എന്ന വാക്കിനർത്ഥം. നമുക്ക് കുറച്ച് അധികാരമുണ്ട്. നോക്കൂ നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തില് പഠിക്കേണ്ട വലിയ വിഷയമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മക്കം ഫതഹ് ഉണ്ടായി. അന്ന് മക്കയിലെ മുശ്രിക്കുകളൊക്കെ ഭയപ്പെട്ടത് എന്താ അറിയോ? മുഹമ്മദ് തങ്ങളെ എണ്ണി പകരം ചോദിക്കും. പോലെ പാരമ്പര്യം അതായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക ചെയ്തു. ഭക്ഷണം തരാത്തവരുണ്ടായിരുന്നു. ഹംസ റളിയല്ലാഹുവിനെ കൊന്ന ചരിത്രം മുമ്പിലുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ആട്ടിറക്കിയതുണ്ടായിരുന്നു. പല വിഷയങ്ങളുണ്ടായിരുന്നു. എല്ലാം മറന്ന് ആ ജനങ്ങൾക്ക് അവസരം വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ വിട്ടുവീഴ്ച ചെയ്തു. ഇത് നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ വിശ്വാസികളെ, നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നീതി നടപ്പാക്കുന്നിടത്ത് നമ്മൾ വളരെ ഗൗരവം കാണിക്കണം. മൂന്നാമത്തെ ഒരു വിഷയം ഇതുപോലെ തന്നെ വിട്ടുവീഴ്ച നടത്തുക എന്നുള്ളതാണ്. എന്താണ് വിട്ടുവീഴ്ച? നമുക്കാണ് ചാൻസ്. നമ്മുടെ അടുത്താണ് നീതി. നമ്മൾ പറയുന്നതാണ് അവിടെ നടപ്പാകേണ്ടത്. അതിനെ നമ്മൾ വിട്ടുകൊടുക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം വിജയത്തിന്റെ അതേ സമയത്ത് തന്നെ പറഞ്ഞ വാക്കുണ്ട്, വഇൻ അഫൗ അമ്മൻ. അതായത് വിട്ടുവീഴ്ച, തങ്ങളോട് അക്രമം ചെയ്തവരെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അവർക്കെതിരെയാണ് വ്യഭിചാരാരോപണം നാട് മുഴുവൻ പരത്തിയത്. പറഞ്ഞത് പുറത്തുള്ള ആൾക്കാരല്ല, ഒരു പരീക്ഷണമായിരുന്നു. അത് മുഅ്മിനീങ്ങളിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ചെലവ് കൊടുത്തിരുന്ന ഒരാളെ പറഞ്ഞു വരുത്തിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കൂലെന്ന്. റസൂലുള്ളാഹി ഉപദേശിച്ചു, കൊടുക്കണം. നോക്കൂ നിങ്ങൾ, അവിടെ ഒരു വിട്ടുവീഴ്ച കാണിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് ചരിത്രം കേട്ടപ്പോഴല്ലോ. സ്വന്തം ഭാര്യയോട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്? ഉണ്ടോ? മനസ്സറിഞ്ഞു ചിന്തിക്കുക. സ്വന്തം മക്കളോട് അല്ലെങ്കിൽ തന്റെ കീഴിലുള്ള ആളുകളോട് ഇല്ല. അവിടൊക്കെ നമ്മൾ വളരെ മോശം. എല്ലാരെ കുറിച്ചല്ല കേട്ടോ, ചിലരെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ എന്തിനാണ് 25 കൊല്ലം നിസ്കരിച്ചതെന്ന് തോന്നിപ്പോ, എന്തിനാ ഈ 50 കൊല്ലം ഈ ദുനിയാവിൽ ജീവിച്ചത് എന്ന് തോന്നിപ്പോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് അള്ളാന്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസിലെ ചരിത്രമല്ലേ. കേൾക്കുമ്പോൾ എന്നോടാണെന്ന് തോന്നിയാൽ അത് നമുക്ക് എന്തോ തിരുത്താനുണ്ട് എന്നതിനർത്ഥം. ഈ പറയുന്നത് എന്നോടാണ്, നിങ്ങളോടാണ്. അള്ളാന്റെ ഖുർആനാണ്, പ്രവാചകന്റെ ചരിത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് വിട്ടുവീഴ്ച നമുക്കുണ്ടാണ്. മറ്റൊന്ന് എന്താണെന്നറിയോ? മിതത്വം. ഇന്ന് ഇല്ലാത്തതാണ് അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുപ്പായല്ലാത്തിന്റെ കഥ നമ്മൾ കേൾക്കാറുണ്ട്. നമുക്കൊക്കെ കുപ്പായുണ്ട്,
ഡ്രസ്സുണ്ട്, വാഹനം ഒക്കെ ആവശ്യത്തിന് വേണം. വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. നല്ല സൗകര്യമുള്ള ആളുകൾ നല്ല സൗകര്യത്തിൽ തന്നെ ജീവിക്കണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ച് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളെ ഖലീഫ, നിങ്ങൾ അതിനനുസരിച്ച് വേണമെന്നൊക്കെ പറഞ്ഞൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിലൊരു മിതത്വം വേണം, അല്ലെ? വിവാഹ രംഗക്കൊന്ന് ആലോചിക്കും സഹോദരങ്ങളെ. ഒരു വിവാഹത്തിന് ഒരു സാധാരണക്കാരൻ വസ്ത്രം എടുക്കാൻ വേണ്ടി 80,000 രൂപ ചെലവഴിച്ചത് പറഞ്ഞു. നാട്ടിന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടാണ് കല്യാണം നടക്കുന്നത്. പക്ഷേ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ പടം 2-3 ദിവസം കല്യാണം പറഞ്ഞിട്ട് ഉണ്ടാക്കിയപ്പോ ലക്ഷങ്ങൾക്ക് മുട്ടുമ്പോ നമ്മളെ ആളുകളുടെ നിയന്ത്രണമില്ലായ്മ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ധൂർത്തിനെ കുറിച്ച് നമ്മളൊന്ന് നന്നായി ആലോചിക്കാം. ഏതൊരു സാധനം നമ്മളെ കയ്യിലുണ്ടോ അത് പരമാവധി പ്രയോജനപ്പെടുത്തി. ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റൂല, കഴിഞ്ഞ്. അത് മൊബൈൽ ഫോൺ ആവട്ടെ, നമ്മളൊരു ഇസ്തിരിപ്പെട്ടി ആവട്ടെ, ഒരു പുതപ്പാവട്ടെ, ഒരു ഷൂ ആവട്ടെ, അല്ല 100 രൂപന്റെ ഒരു ചെരുപ്പാവട്ടെ, ബാത്റൂമിലൊരു ചെരുപ്പാണ്, ഇനി ഇതിന് പറ്റൂല. എന്നിട്ട് ഉപേക്ഷിക്കുന്നിടത്ത് നമ്മളെ ഉപയോഗിക്കുന്നിടത്തേക്ക് എത്തിയാൽ നമ്മൾ പിശുക്കനല്ല സഹോദരങ്ങളെ. അള്ള തന്ന ഒരു നയാ പൈസക്ക് ഞാൻ വില വെക്കുന്നു എന്നാണ് എന്റെ അർത്ഥം. ഇന്ന് നമ്മളെ മക്കൾക്ക് 500 രൂപന്റെ വലിപ്പം അറിയില്ല. അറിയില്ല. 500 കൊണ്ടാ 1000 കൊണ്ടാന്ന് മക്കൾ ചോദിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായിന്ന് അറിയില്ല. കൊടുക്കണ വാപ്പാക്കൊന്നും അറിയില്ല. കാരണം അതൊക്കെ പല തട്ടുകളിൽ നിൽക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം നിസ്കരിച്ചത് കൊണ്ട് സ്വർഗത്തിലെത്തും. ഞാൻ ഇടയ്ക്ക് റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചാല് അള്ളാഹിന്റെ ജന്നാത്തുൽ ഫിർദൗസിക്ക് എത്തുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ്, അവൻ ചെയ്യുന്ന അമല് ഇഖ്ലാസോട് കൂടി അള്ളാഹിന്റെ റസൂലും പറഞ്ഞ രൂപത്തിൽ പൂർത്തിയാക്കിയ ഒരാളുടെ അമലെ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അല്ലാത്തവന്റെ അമലെ നാളെ പരലോകത്ത് അള്ളാഹ്ക്ക് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ വഴിയില്ല. അതുകൊണ്ട് ദുനിയാവിനെ സൂക്ഷിക്കുക, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ നെഗളിപ്പ് കാണിക്കുന്നത് നാട്ടിലൊന്ന് ഉഷാറാകാൻ വേണ്ടി, അവനെക്കാട്ടിലും കുറച്ചു മെച്ചത്തിലാണ് ഞാൻ, അവനെക്കാട്ടിലൊക്കെ തിരക്കടില്ലാത്ത രൂപത്തിലാണ് ഞാൻ, അതിനു വേണ്ടി അവരെക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലേക്കാകാൻ എന്ത് ചെയ്യും? വസ്ത്രം, അത് തന്റെ ആഢ്യത്വം എല്ലാം മാറ്റി, എല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും മനുഷ്യൻ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം അള്ളാഹു വിലയിരുത്തുന്നത് അവന്റെ ശഖ്സിയത്താണ്, വ്യക്തിത്വമാണ്. ഒരു വിശ്വാസം അവനെ എത്ര സ്വാധീനിച്ചു എന്നതാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ബോധം സ്വാധീനിച്ച ഒരു മനുഷ്യൻ അവൻ ക്രമേണ മുഅ്മിനായി മുസ്ലിമായാണ് മാറുന്നത്. ഇസ്ലാമിനെ സ്വാധീനിക്കാത്തൊരു മനുഷ്യൻ മുനാഫിഖായാണ് മാറുന്നത്. ഏതുപോലെ നമ്മൾ പ്ലാവില് ചക്കയാണ് ഉണ്ടാവുന്നത്, അതല്ലാതൊരു സാധനം ഉണ്ടായാൽ നമുക്കത് വിശ്വസിക്കാനും പറ്റില്ല, അത് പ്രയോജനപ്രദമല്ല. ഇതന്നെയാണ് അവസ്ഥ. അപ്പൊ ഒരു മുഅ്മിനായി മാറുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം ഇസ്ലാമാകുക എന്നാണ്. ഇസ്ലാമാകുക, അവന്റെ നോട്ടവും അവന്റെ ഇരുത്തവും അവന്റെ പെരുമാറ്റവും എല്ലാം. എന്താ ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചാലോ നടക്കൂല എന്നുള്ളതാണ്. ഞാൻ സ്വന്തത്തെ പോലും തൃപ്തിപ്പെടുത്താനുള്ള ആഫിയത്ത് നമുക്കില്ല. സ്വന്തം ഭാര്യയെയും മക്കളെയും സമ്പൂർണമായി തൃപ്തിപ്പെടുത്താനുള്ള സ്വഭാവ മഹിമയോ സാമ്പത്തിക സുരക്ഷ ഒന്നും നമ്മളെടുത്തില്ല. നമ്മൾ ദുർബലരാണ്. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്, വലൻ തർളാ അൻക അൽ യഹൂദ വലൻ നസ്വറ. രണ്ട് സമുദായത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടത് പറഞ്ഞു. യഹൂദികളെയും ക്രിസ്ത്യാനികളെയും, യഹൂദികളും ക്രിസ്ത്യാനികളും ഒരിക്കലും നിന്നെ പറ്റി തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലത്തഹും, നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ, അവരെ കോലത്തിൽ നീ ആകുന്നത് വരെ അവരാരും നിന്നെ ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞ ഒരു കള്ളുടിയാൻ നമ്മളെ പൂർണ്ണമായി ഇഷ്ടപ്പെടേ കള്ളു കുടിച്ചേ പറ്റും. അതന്നെ ഈ നാട്ടിലെ എല്ലാവിധ തോന്നിവാസങ്ങളും കാട്ടി നടക്കുന്ന ആളുകൾക്ക്
നമ്മളൊരു നല്ല ആളായി തീരണമെങ്കിൽ അതേപോലെ നമ്മൾ ആയെങ്കിലേ പറ്റൂ. എന്നാൽ റഹ്മാനായ റബ്ബ് പറഞ്ഞു, കുൽ നബിയെ പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, അള്ളാഹു തന്ന ഈ നേർമാർഗം ഉണ്ടല്ലോ, അതാണ് നിനക്ക് ഇഹത്തിലും പരത്തിലും യഥാർത്ഥമായ മാർഗം. നീ ഒരു യഥാർത്ഥ മുഅ്മിനായി നോക്ക്. നിനക്കത് തോന്നും എല്ലാവർക്കും നിന്നോട് വെറുപ്പാണ്. പക്ഷേ അല്ല, ഇവർക്കൊക്കെ എങ്ങനെ ജീവിക്കാൻ കഴിയണു എന്ന് അത്ഭുതത്തോടു കൂടിയാണ്, മനസ്സിലെ ആ പകയിൽ നിന്നാണ് അവർ വെറുപ്പോടുകൂടി നമ്മളോട് സംസാരിക്കുക. മനസ്സിന്റെ ഉള്ളിൽ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാൽ സഹോദരങ്ങളെ, ജീവിതം എന്ന് പറയുന്ന അള്ളാഹ് തൃപ്തിപ്പെടുന്ന രീതിയിൽ നമ്മുടെ വ്യക്തിത്വത്തിലേക്കാണ് റഹ്മാനായ റബ്ബ് നോക്കുന്നത്. വല ഇനിത്തബഅത അഹ്വാഅഹും, നീ എങ്ങാനും നിന്റെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി അവർക്ക് പിന്നാലെ പോയാൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽം, കൃത്യമായ അറിവ്, ദീനിയായ ബോധം നിനക്ക് ലഭിച്ചതിന് ശേഷം നീ അവരുടെ പിന്നാലെ നീ പോയാൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഒരു സംരക്ഷണം, അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഒരു സഹായി നിനക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഹത്തിലും പരത്തിലും നമ്മെ സംരക്ഷിക്കാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ പറ്റൂ. ആ അള്ളാന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അള്ളാഹു നൽകും. അല്ലെ, ഈ എല്ലാ അഹങ്കാരത്തിനും ഒരു ക്യാൻസറിന്റെ ഒരു ലക്ഷണം കണ്ടാൽ മതി, കഴിഞ്ഞില്ല എല്ലാ സൗഭാഗ്യം. ഒരു ആക്സിഡന്റ് ആയാൽ കഴിഞ്ഞ എന്തിന് നമുക്ക് വരണ്ട, നമ്മുടെ കുടുംബത്തില്, നമ്മളെ പേരക്കുട്ടിക്ക് ആർക്കെങ്കിലും ഒന്ന് വന്നാൽ മതി, ദുനിയാവ് അപ്പം തീരും. അതുകൊണ്ട് എന്നും തീരാത്ത സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അല്പസമയത്തൊരു വിശ്രമം മാത്രമേ ഈ ദുനിയാവിലുള്ളൂ. ആ ദുനിയാവിന്റെ പളപളപ്പൊക്കെ അവസാനിച്ചുകൊണ്ട് തിരിച്ചു യാത്ര പോകുമ്പോ അവിടെ നമ്മൾ ചെയ്തതൊക്കെ പ്രതിഫലാർഹമായി തീരണം. അതിന് ഇഖ്ലാസോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി, സഹാനുഭൂതിയോടുകൂടി പരസ്പരം ബന്ധങ്ങൾ ചേർത്ത് പിടിച്ച് ഒരു നല്ല മനുഷ്യനായി, മുഅ്മിനായി ജീവിക്കുകയും തഹജ്ജുദ് നമസ്കരിക്കുകയും 5 നേരത്തെ നമസ്കാരത്തിൽ ചിട്ടയുണ്ടാവുകയും റവാത്തിബ് സുന്നത്തുകൾ കൊണ്ടു നടക്കുകയും എന്നും ഖുർആൻ പാരായണം ചെയ്യുകയും ആരൊക്കെ കൈനീട്ടിയാലും 10 രൂപ കൊടുത്ത് ദാനം ചെയ്ത് മയ്യത്ത് നമസ്കരിച്ച് രോഗിയെ സന്ദർശിച്ച് സാധുവിന്റെ കൂടെ സഞ്ചരിച്ച് ഒരു നല്ല മനുഷ്യനായി നോക്കൂ നിങ്ങൾ. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ പേരാണ് മുഅ്മിൻ. അല്ല, മതില് കെട്ടി വലിയ AC വെച്ച് വലിയ കാറ് വാങ്ങി ആരെയും മുഖത്തു നോക്കാതെ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും, ബന്ധങ്ങളില്ല, മാതാപിതാക്കളില്ല, ജ്യേഷ്ഠാനുജന്മാരില്ല, അയൽവാസികളില്ല, സുഹൃത്തുക്കളില്ല, എന്റെ ബാങ്ക്, എന്റെ അക്കൗണ്ട്, എന്റെ ആധാരം, അതാണ് വലുതെന്ന് വീർപ്പിച്ചു വലുതാക്കി നടന്നാൽ സഹോദരങ്ങളെ, ഇഹത്തിലും നമ്മെ ആരും തിരിഞ്ഞു നോക്കില്ല. നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബിന്റെ പരിഗണന ഒരു സെക്കൻഡ് പോലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ഇഖ്ലാസോട് കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ റഹ്മാനായ റബ്ബ് കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബിന്റെ ഫദ്ല് കൊണ്ട് എല്ലാം മായ്ക്കപ്പെട്ട് സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്പകാലം ലഭിക്കുന്ന ഈ ജീവിതം കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസ് വിലക്ക് വാങ്ങാൻ, ജന്നാത്തുൽ ഫിർദൗസ് പകരം ലഭിക്കുന്ന അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ദുനിയാവിലും നാളെ പരലോകത്ത് വിചാരണയിലും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഏറ്റവും നല്ല മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു അത് മുഖേന മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർക്കെല്ലാം അള്ളാഹു ഖൈറും ബർക്കത്തും ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് നേർമാർഗത്തിലൂടെ ജീവിക്കാനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.